ഞാൻ ഭിക്ഷ യാചിക്കുന്നതല്ലല്ലോ ഞാൻ പറഞ്ഞത് അതിന് ഒന്ന് റിവൈൻഡ് നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ കൈരളിയായിരിക്കും അല്ല മാധ്യമ എന്താണ് ദേശാഭിമാനിയാണ്. ഒരാൾ ദേശാഭിമാനി ഒരാൾ കൈരളി, രണ്ട് സൈഡിൽ നിന്നിട്ട് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണല്ലോ. ദേശാഭിമാനിയും കൈരളിയും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളല്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ പാർട്ടി മുഖപത്രമല്ലേ? പാർട്ടി മുഖപത്രത്തിലുള്ള പാർട്ടിയുടെ തീരുമാനപ്രകാരം വന്നിട്ടുള്ള ആളുകൾ അത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? അല്ല, അത് പിന്നെ സംസ്ഥാന സർക്കാരല്ലേ മറുപടി പറയട്ടെ, ഞാനല്ലല്ലോ. അല്ല, അത് സംസ്ഥാന സർക്കാരാണ്, എന്നോടല്ലേ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക, സംസ്ഥാനത്തെ മന്ത്രിമാരോട് ചോദിക്കുക, അവർ പറയട്ടെ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. അല്ല, വിദേശകാര്യമന്ത്രിയുടെ ജോലി കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ടോന്ന് അന്വേഷിക്കലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് അങ്ങനെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞല്ലോ. അതിൻ്റെ ഉത്തരം മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഉത്തരം പറഞ്ഞല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം എൻ്റെ അടുത്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. 18 രൂപ മുഖ്യമന്ത്രി പലതും പറയാറുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ, കോടതി പോയിട്ട് എന്തായി. അപ്പോൾ ഇതുപോലത്തെ പലതും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെ തള്ളിക്കൊണ്ടുപോകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ നമ്മൾ ഈ 3 സ്ഥലത്ത് മാത്രമാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ 3 സ്ഥലത്തിന് പുറമെ മറ്റുള്ള സ്ഥലം കൂടി ഉൾപ്പെടുത്തണം എന്നാണോ ഇവരുടെ CPMൻ്റെ ആവശ്യം? അല്ല, അങ്ങനെ അവിടെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനെ അതുകൊണ്ട് അവർക്കും കൂടി കൊടുക്കണം. മതത്തിൻ്റെ പേരിൽ മതഭൂരിപക്ഷമായിട്ടുള്ള 3 രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന 3 ജനവിഭാഗങ്ങൾ, 6 ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാനുള്ള നയമാണ്. അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് CPM പ്രചരിപ്പിക്കുന്നത്. താങ്കളുടെ ഭാഗത്ത് ഞാൻ ഇതുവരെ CPM കോൺഗ്രസ് പറയുന്നത് കേട്ടിട്ടില്ല. ഇലക്ട്രൽ അതിലെന്ത് തിരിച്ചടി? BJPക്ക് നിലപാടൊന്നുമില്ലല്ലോ. BJP സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്ക് കൊടുക്കും. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ കണക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കണക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിലെന്ന്